നമസ്കാരം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ പുതിയ ദിനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 22, 2026. സമയം രാവിലെ 5:15. എത്ര പേർക്ക് ഇപ്പോൾ ഒരു സ്വപ്നമുണ്ട്? എത്ര പേർ വർഷങ്ങളായി ഒരു സ്വപ്നത്തിനായി കാത്തിരിക്കുകയാണ്? എത്ര പേർക്ക് തങ്ങളുടെ സ്വപ്നം മരിച്ചുപോയെന്ന് തോന്നുന്നു? എത്ര പേർ പ്രതീക്ഷ ഉപേക്ഷിച്ചിരിക്കുന്നു? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിന്റെ സ്വപ്നങ്ങൾ ഞാൻ സാക്ഷാത്കരിക്കും. അവ മരിച്ചിട്ടില്ല. ശരിയായ സമയം വരുന്നു. ഹബക്കൂക്ക് 2:3. ദർശനം ഇനിയും ഒരു നിശ്ചിത കാലത്തേക്കുള്ളത്. അത് അന്ത്യകാലത്തെ നിർദ്ദേശിക്കുന്നു. അത് ഭോഷ്കല്ല. അതിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കാത്തിരിക്കുക. അത് അവശ്യം വരും, വൈകുകയുമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവം നൽകിയവയാണെങ്കിൽ അവ തീർച്ചയായും സാക്ഷാത്കരിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്വപ്നങ്ങൾ നൽകുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഹൃദയത്തിൽ സ്വപ്നങ്ങളും കാത്തിരിപ്പും പ്രതീക്ഷയുമായി. ഞങ്ങളിൽ പലർക്കും സ്വപ്നങ്ങളുണ്ട്. വിവാഹത്തിന്റെ സ്വപ്നം, കുടുംബത്തിന്റെ സ്വപ്നം, ജോലിയുടെ സ്വപ്നം, ബിസിനസിന്റെ സ്വപ്നം, ശുശ്രൂഷയുടെ സ്വപ്നം, സൗഖ്യത്തിന്റെ സ്വപ്നം. എന്നാൽ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. എന്റെ സ്വപ്നം സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ സ്വപ്നങ്ങൾ അങ്ങയിൽ നിന്ന് വന്നവയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സമയത്ത് അവ യാഥാർത്ഥ്യമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ പ്രതീക്ഷ പുതുക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമേ. ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം സ്വപ്നങ്ങൾ നൽകുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്വപ്നങ്ങൾ നൽകുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങളിടുന്നു. സങ്കീർത്തനം 37:4. കർത്താവിൽ രമിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ ദൈവമിട്ടവയാണെങ്കിൽ അവ സംഭവിക്കും. ബൈബിളിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചവർ. അബ്രഹാം 100 വയസ്സിൽ പിതാവായി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ അനേകം ജാതികൾക്ക് പിതാവാകും. എന്നാൽ അബ്രഹാമിനും സാറായ്ക്കും മക്കളില്ല. വർഷങ്ങൾ കടന്നുപോയി. 75 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സ്, 99 വയസ്സ്. സ്വപ്നം മരിച്ചുപോയോ? ഇല്ല. ഉൽപ്പത്തി 21:5. അബ്രഹാമിന് അവന്റെ മകൻ യിസ്ഹാക്ക് ജനിച്ചപ്പോൾ അവന് 100 വയസ്സായിരുന്നു. 100 വയസ്സിൽ സ്വപ്നം സാക്ഷാത്കരിച്ചു. റോമർ 4:20-21. അവൻ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സംശയിച്ചില്ല. വിശ്വാസത്താൽ ബലപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ അവന് ശക്തിയുണ്ട് എന്ന് ഉറച്ചറിഞ്ഞു. യോസേപ്പ് 13 വർഷം കഴിഞ്ഞ് സ്വപ്നം സാക്ഷാത്കരിച്ചു. 17 വയസ്സിൽ യോസേപ്പിന് സ്വപ്നം കണ്ടു. സഹോദരന്മാർ അവനെ നമസ്കരിക്കുന്നു. എന്നാൽ അടുത്ത 13 വർഷം സഹോദരന്മാർ അവനെ വിറ്റു. പോത്തിഫാറിന്റെ വീട്ടിൽ ദാസനായി, കുറ്റം ചുമത്തപ്പെട്ടു, ജയിലിലായി, മറക്കപ്പെട്ടു. സ്വപ്നം മരിച്ചുപോയോ? ഇല്ല. 30 വയസ്സിൽ ഈജിപ്തിന്റെ രാജപ്രതിനിധിയായി. സഹോദരന്മാർ അവന്റെ മുമ്പിൽ കുമ്പിട്ടു. ഉൽപ്പത്തി 50:20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ നന്മയ്ക്കായി ഭാവിച്ചു. മോശെ 40 വർഷം കഴിഞ്ഞ് വിളിക്കപ്പെട്ടു. മോശയ്ക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. തന്റെ ജനത്തെ വിടുവിക്കണം. 40 വയസ്സിൽ ശ്രമിച്ചു, പരാജയപ്പെട്ടു. മരുഭൂമിയിൽ ഓടിപ്പോയി. 40 വർഷം ആടുകളെ മേയിച്ചു. സ്വപ്നം മരിച്ചുപോയോ? ഇല്ല. 80 വയസ്സിൽ ദൈവം വിളിച്ചു, ഇപ്പോൾ സമയമായി. പുറപ്പാട് 3:10. ആകയാൽ ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കുന്നു. നീ പോയി എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്ക്. ഹന്നായി വർഷങ്ങളോളം പ്രാർത്ഥിച്ച് മകനെ പ്രസവിച്ചു. ഹന്നായിക്ക് കുഞ്ഞുങ്ങളില്ല. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു, കരഞ്ഞു, വേദനിച്ചു. 1 ശമൂവേൽ 1:10. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. എന്നാൽ ദൈവം കേട്ടു. 1 ശമൂവേൽ 1:20. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് യാചിച്ചു എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായി. എലിസബത്തും സഖരിയാവും വാർദ്ധക്യത്തിലായിരുന്നു. കുഞ്ഞുങ്ങളില്ല. സ്വപ്നം പോയി എന്ന് വിചാരിച്ചു.
എന്നാൽ ലൂക്കോസ് 1:13 സെഖരിയാതെ ഭയപ്പെടേണ്ട, നിന്റെ യാചന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. വാർദ്ധക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ ജനിച്ചു. നവോമി എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പുനഃസ്ഥാപിച്ചു. നവോമി എല്ലാം നഷ്ടപ്പെടുത്തി. ഭർത്താവ് 2 മക്കൾ ശൂന്യായി മടങ്ങി. എന്നാൽ ദൈവം റൂത്തിലൂടെ എല്ലാം പുനഃസ്ഥാപിച്ചു. ഒരു പേരക്കുട്ടി, മെസ്സിയായുടെ വംശാവലിയിൽ സ്ഥാനം. റൂത്ത് 4:14-15. സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്കൊരു വീണ്ടെടുക്കുകാരനില്ലാതാക്കാത്ത യഹോവ വാഴ്ത്തപ്പെട്ടവൻ. സ്വപ്നങ്ങൾ എങ്ങനെ വരുന്നു? ദൈവം ഹൃദയത്തിലിടുന്നു. നെഹമ്യാവ് 2:12. എൻ്റെ ദൈവം യെരൂശലേമിനു വേണ്ടി ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തിലിട്ടത് ഞാൻ ആർക്കും അറിയിച്ചില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ ദൈവമിട്ടവയാണെങ്കിൽ അവ സംഭവിക്കും. ദൈവം സ്വപ്നങ്ങളിലൂടെ കാണിക്കുന്നു. യോവേൽ 2:28. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 119:105. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ശക്തമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ സ്വപ്നം ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പാക്കുക. എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നല്ല. ചിലത് സ്വന്തം ആഗ്രഹങ്ങൾ, ചിലത് സമൂഹത്തിന്റെ സമ്മർദ്ദം. ദൈവത്തിൽ നിന്നുള്ള സ്വപ്നം ദൈവത്തെ മഹത്വപ്പെടുത്തും, മറ്റുള്ളവരെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ശക്തികളോട് ചേരും, സമാധാനം നൽകും. യാക്കോബ് 1:5. നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവുവെങ്കിൽ അവൻ എല്ലാവർക്കും ഉദാരമായി നിന്ദ കൂടാതെയും കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, എന്നാൽ അവനു ലഭിക്കും. സ്വപ്നം എഴുതുക. ഹബക്കൂക്ക് 2:2. ദർശനത്തെ എഴുതുക. ഓടി വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. നിങ്ങളുടെ സ്വപ്നം എഴുതുക, വ്യക്തമാക്കുക, നിർദ്ദിഷ്ടമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മർക്കോസ് 11:24. നിങ്ങൾ പ്രാർത്ഥിച്ചു യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കു ലഭിക്കും. ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കുക. സഭാപ്രസംഗി 3:11. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ സമയമല്ല, ദൈവത്തിന്റെ സമയം. അവന്റെ സമയം തികഞ്ഞതാണ്. പ്രവർത്തിക്കുക. യാക്കോബ് 2:26. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. വെറും സ്വപ്നം കാണുക മാത്രമല്ല, പ്രവർത്തിക്കുക, ചുവടുകളെടുക്കുക, നീങ്ങുക, പ്രതീക്ഷ വിടരുക. എബ്രായർ 10:35-36. ആകയാൽ നിങ്ങളുടെ ധൈര്യം ഉപേക്ഷിക്കരുത്, അതിനു വലിയ പ്രതിഫലമുണ്ടല്ലോ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സ്വപ്നങ്ങൾ വൈകുന്നതെന്തുകൊണ്ട്? ദൈവം നിങ്ങളെ തയ്യാറാക്കുകയാണ്. യോസേപ്പ് 30 വയസ്സിൽ ഈജിപ്തിന്റെ രാജപ്രതിനിധിയായി. ആ 13 വർഷം അവനെ തയ്യാറാക്കി. ശരിയായ സമയമല്ല. എസ്തേർ ഇങ്ങനെയുള്ള ഒരു കാലത്തിനായി രാജ്ഞിയായി. മറ്റുള്ളവരെ തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ വിവാഹം വൈകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത പങ്കാളിയെ ദൈവം തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുകയാണ്. 1 പത്രോസ് 7:7. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷ തീയിൽ ശോധിച്ചതും നശിക്കുന്നതുമായ പൊന്നിനേക്കാൾ വിലയേറിയതായിട്ട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിങ്കൽ പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും ഹേതുവായി കാണുവാനിടവരേണം. നിങ്ങളുടെ സ്തുതി വർദ്ധിപ്പിക്കുകയാണ്. വൈകുന്തോറും സംഭവിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്തുതിക്കും. സ്വപ്നം മരിച്ചുപോയെന്ന് തോന്നുമ്പോൾ ദൈവത്തിന് മരിച്ച സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയും. യെഹെസ്കേൽ 37:3. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? മരിച്ച സ്വപ്നങ്ങൾക്ക് ദൈവം ജീവൻ നൽകാൻ കഴിയും. റോമർ 4:17. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനുമായ ദൈവം. അബ്രഹാമിന്റെ മരിച്ച ശരീരവും സാറായുടെ മരിച്ച ഗർഭവും. റോമർ 4:19. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനായി തന്റെ ശരീരം മരിച്ചതുപോലെയെന്നും സാറായുടെ ഗർഭം മരിച്ചതുപോലെയെന്നും അറിഞ്ഞിട്ടും വിശ്വാസം ക്ഷയിക്കാതെ. എന്നാൽ ദൈവം മരിച്ച ശരീരത്തിൽ നിന്നും മരിച്ച ഗർഭത്തിൽ നിന്നും ഇസഹാക്കിനെ കൊണ്ടുവന്നു. നിങ്ങളുടെ മരിച്ച സ്വപ്നത്തിൽ നിന്നും ദൈവം ജീവൻ കൊണ്ടുവരും. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ ഹൃദയത്തിലെ സ്വപ്നം ഞാൻ കാണുന്നു. നീ വർഷങ്ങളായി കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ വിചാരിക്കുന്നു, എന്റെ സ്വപ്നം വൈകുന്നു, എന്റെ സ്വപ്നം മരിച്ചുപോയി, എനിക്ക് സംഭവിക്കില്ല, ഞാൻ പ്രതീക്ഷ വിട്ടുകൊടുക്കണം. എന്നാൽ ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു,
നിന്റെ സ്വപ്നം മരിച്ചിട്ടില്ല, അത് സാക്ഷാത്കരിക്കും. ആ സ്വപ്നം ഞാൻ നിന്റെ ഹൃദയത്തിൽ ഇട്ടതാണ്. ആ സ്വപ്നം എൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ആ സ്വപ്നം ശരിയായ സമയത്ത് സംഭവിക്കും. ഇനി വൈകില്ല. നിന്റെ അബ്രഹാമിൻ്റെ നിമിഷം വരുന്നു. നിന്റെ യോസേപ്പിൻ്റെ സമയം വരുന്നു. നിന്റെ ഹന്നായുടെ ഉത്തരം വരുന്നു. നിന്റെ എലിസബത്തിൻ്റെ അത്ഭുതം വരുന്നു. ഇന്നുമുതൽ കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങും. അടഞ്ഞ വാതിലുകൾ തുറക്കും. അസാധ്യങ്ങൾ സാധ്യമാകും. മരിച്ച സ്വപ്നങ്ങൾ ഉയിർക്കും. കാത്തിരിപ്പ് അവസാനിക്കും. നീ കാണും നിന്റെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്, നിന്റെ കുടുംബ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്, നിന്റെ ജോലി സ്വപ്നം നടക്കുന്നത്, നിന്റെ ബിസിനസ് സ്വപ്നം വളരുന്നത്, നിന്റെ ശുശ്രൂഷ സ്വപ്നം വികസിക്കുന്നത്, നിന്റെ സൗഖ്യ സ്വപ്നം പ്രത്യക്ഷപ്പെടുന്നത്. നീ ചെയ്യേണ്ടത് വിശ്വസിക്കുക, സംശയിക്കരുത്. കാത്തിരിക്കുക, നിരാശപ്പെടരുത്. പ്രവർത്തിക്കുക, നിഷ്ക്രിയരാകരുത്. സ്തുതിക്കുക, പരാതിപ്പെടരുത്. ഇതെന്റെ വാഗ്ദാനമാണ്. ഇതെന്റെ സമയമാണ്. ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന നിന്റെ ദൈവം. ഹബക്കൂക്ക് 2:3. ദർശനം ഇനിയും ഒരു നിശ്ചിത കാലത്തേക്കുള്ളത്. അത് അന്ത്യകാലത്തെ നിർദ്ദേശിക്കുന്നു. അത് ഭോഷ്കല്ല. അതിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ കാത്തിരിക്ക. അത് അവശ്യം വരും, വൈകുകയുമില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ സ്വപ്നം എഴുതുക. വ്യക്തമായി, നിർദ്ദിഷ്ടമായി എഴുതുക. എന്താണ് നിങ്ങളുടെ സ്വപ്നം? ദൈവത്തോട് സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുക. ദൈവമേ, ഇതെന്റെ സ്വപ്നമാണ്. ഇത് അങ്ങയിൽ നിന്ന് വന്നതാണോ? ഇത് സാക്ഷാത്കരിക്കാൻ സഹായിക്കണമേ. വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുക: എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. ദൈവത്തിന്റെ സമയത്തത് സംഭവിക്കും. പ്രവർത്തിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു ചുവടെടുക്കുക. ഇന്ന് ഒരു ചെറിയ കാര്യം മാത്രം. ക്ഷമയോടെ കാത്തിരിക്കുക. നിരാശപ്പെടരുത്. ദൈവത്തിന്റെ സമയം തികഞ്ഞതാണ്. സ്തുതിക്കുക. കിട്ടിയിട്ടില്ലെങ്കിലും വിശ്വാസത്തിൽ സ്തുതിക്കുക. മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുക. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കുക. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. സ്വപ്നങ്ങൾ നൽകുന്ന ദൈവമേ, വിശ്വസ്തനായ പിതാവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും സ്വപ്നങ്ങൾ അനുഗ്രഹിക്കണമേ. സ്വപ്നങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അവരുടെ കാത്തിരിപ്പ് അവസാനിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. അവർക്ക് ദൈവത്തിന്റെ സമയം കാണാൻ കഴിയട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ പ്രതീക്ഷ പുതുക്കണമേ. അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ. അവർക്ക് വീണ്ടും സ്വപ്നം കാണാൻ കഴിയട്ടെ. മരിച്ച സ്വപ്നങ്ങളുള്ളവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകണമേ. അങ്ങ് പുതിയ തുടക്കം നൽകണമേ. അങ്ങ് അത്ഭുതം ചെയ്യണമേ. ഇന്നു മുതൽ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തുടങ്ങട്ടെ. അങ്ങയുടെ സമയം വരട്ടെ. അങ്ങയുടെ പദ്ധതി നടക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനങ്ങൾ നിറവേറട്ടെ. യേശുക്രിസ്തുവിന്റെ വിശ്വസ്തനായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അവസാന അനുഗ്രഹവാക്യങ്ങൾ. ഹബക്കൂക്ക് 2:3. ദർശനം ഇനിയും ഒരു നിശ്ചിത കാലത്തേക്കുള്ളതും അത് അവശ്യം വരും, വൈകുകയുമില്ല. യിരെമ്യാവ് 29:11. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഞാൻ അറിയുന്നു. നിങ്ങൾക്ക് പ്രത്യാശയോടുകൂടിയ ഭാവിയെ തരുവാൻ തക്ക നന്മയ്ക്കുള്ള നിരൂപണങ്ങളാകുന്നു. സങ്കീർത്തനം 37:4. കർത്താവിൽ രമിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്കു നൽകും. അവസാന സന്ദേശം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, ദൈവം സ്വപ്നങ്ങൾ നൽകുന്ന ദൈവമാണ്. അവൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ സ്വപ്നം വൈകുന്നുണ്ടാകാം, എന്നാൽ അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. അത് മരിച്ചിട്ടില്ല. ശരിയായ സമയത്ത്, ദൈവത്തിന്റെ സമയത്ത് അത് സംഭവിക്കും. വിശ്വസിക്കുക, കാത്തിരിക്കുക, പ്രവർത്തിക്കുക, സ്തുതിക്കുക. ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. നാളെ വീണ്ടും കാണാം, മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ സ്വപ്നം കാണൂ, വിശ്വസിക്കൂ, പ്രതീക്ഷിക്കൂ.